ഏകദേശം ഒരു 1950 1950 ശേഷം പണി തീർത്ത് ആൾക്കാർ നല്ല രീതിയിൽ താമസിച്ചു പോയിന്ന ഒരു പഴയ ഇല്ലത്തേക്കാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഹായ് ഗായ്സ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ എൻ്റെ സ്വന്തം നാട്ടിൽ ഒരു അറിയപ്പെടുന്ന ഒരു ഇല്ലുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കണ പോലല്ല. കുറേ ആൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പഴയ കാലത്ത്, അതായത് ഒരു 1958 ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടി കുറച്ച് കാലത്തിന് ശേഷം നല്ല രീതിയിൽ ആൾക്കാർ താമസിച്ച് ജീവിച്ചു പോയ ഒരു പഴയ സെറ്റപ്പ്. ഹിസ്റ്ററിയൊക്കെ എടുത്ത ആൾക്കാരോട് ചോദിച്ചറിയും. പണ്ട് വെട്ടിപ്പിടിച്ച പല സംഭവങ്ങളിലും പെട്ട ഒരു സാധനമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണത്. അപ്പോൾ പോണതിൻ്റെ മുന്നേ ഇത് അവിടേക്കുള്ള എൻട്രിയാണ്. ഒരു വലിയ വഴി കാണാം. ആ എൻട്രി കഴിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നടക്കണം. നോക്കാം എന്താവുന്നൊന്നും അറിയില്ല. ശരിക്കും ഇവിടെ അനുവാദം ഇല്ലാതെ കയറരുത് എന്നൊക്കെ പറഞ്ഞേക്കണ് കുറച്ച് മുന്നേ. ഇപ്പം എന്താണെന്ന് എനിക്കറിയില്ല. കുറേ മുന്നേ ഞാൻ ഇവിടെ വന്നിട്ടൊരു വർഷത്തിൻ്റെ മേലായി. എന്താ നമ്മളെ ഇല്ലത്തിൻ്റെ ബാക്കിലാണ് ഇപ്പം നമ്മളുള്ളത്. ഏകദേശം ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ഒരു പഴയ വീടാണ്. ഇപ്പോൾ ഇവിടെ ആൾതാമസമൊന്നുമില്ല. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ആൾതാമസം ഉണ്ടായിരുന്നു. കുറച്ച് മുൻപ് തോന്നുന്നു എന്നാണ് ഇവിടെ താമസം ഇല്ലാതായത്, ആൾക്കാരൊക്കെ വേറെ പോയത് എന്നാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന സമയത്തെ ഈ ഇല്ലെന്ന് പറഞ്ഞാൽ ആളൊഴിഞ്ഞ് കിടക്കുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, മെയിൻ എൻട്രൻസ് ആട്ടോ ഈ കാണുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു പഴയ കാലത്തൊരു ഓൾക്ക് അത്രയും സെറ്റപ്പിൽ കെട്ടണം, അത്രയും സെറ്റപ്പിൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയണ പോലെ ഒരു അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പഴയ കാലത്തെ ഈ നമ്പൂതിരിമാർ പോലത്തെ അങ്ങനത്തെ ആൾക്കാരൊക്കെ. അപ്പോൾ ഇവരാണ് തോന്നുന്നു ഇതൊക്കെ ഉണ്ടാക്കിയത്. ഇത് ഏതാണ് ജാതി ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഓലെ ആശാരി പണിയൊക്കെ എടുക്കണ ഒരു റൂമാണിത്. ഇത് ഓലെ തൊഴുത്താണിത്. പശുവിനൊക്കെ കെട്ടണേം പശുവിന് പുല്ല് കൊടുക്കണേം അങ്ങനത്തെ സ്ഥലമാണിത്. പഴയ ടൈപ്പ് സ്വിച്ച്. ഇത് കുറച്ച് മുന്നേ വരെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ എടുത്ത് മാറ്റി. പഴയ വാതിൽ ഒന്നും ഉണ്ടാവരുത് പഠിച്ചവനെ. ഇതൊക്കെ സംഭവം ലോക്കാണ്, ഓപ്പണല്ല, ലോക്കാണ്. ഇതിനുള്ളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാണല്ലോ പൂട്ടിയിട്ടിക്കണ്. അപ്പം ഇതും വേറെ പോലെ ആരാധിക്കണ ഒരു എന്തോ ആണ്, എനിക്കറിയില്ല. സ്വിച്ച് ബോർഡ് പഴയതെന്ന് പറഞ്ഞാൽ അത്രയും പഴയതാട്ടോ. വേറൊരു വാതിൽ. ഈ കാര്യം ഞാൻ ഇവിടെ വന്നതും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതും എല്ലാം ഒറ്റക്കാണ്. ഈ വീഡിയോ എന്തായാലും പോസ്റ്റ് ആവും, പക്ഷേ 5 മണിയാണ് ഇപ്പോൾ സമയം. അപ്പോൾ ഒരു ചെറിയൊരു, എനിക്കങ്ങനെ പേടിയുള്ള ആളല്ല, പക്ഷേ എങ്കിൽ പോലും ഒരു 2-3 ഏക്കർ പോയാലുള്ളൂ വീടും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ആ ഒരു ചെറിയൊരു ഇത് എന്തെങ്കിലും സംഭവിച്ചാൽ ഒന്നും നോക്കാൻ ആരും ഉണ്ടാവില്ല. അതാണ് കുഴപ്പം, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ആ 2-3 ആൾക്കാരെ കൂട്ടിയിട്ട് വരണം, എന്നാൽ പിന്നെ ആ പ്രശ്നമില്ല. സോ അപ്പോൾ ഇല്ലത്തിൻ്റെ വേറെ സൈഡാണിത്. ബാക്ക് സൈഡല്ല, സൈഡ്. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടല്ലോ ഇത് ഓപ്പൺ ആക്കാൻ പറ്റിയതോ തുറന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷെ ഇവിടെ ആരും ചോദിക്കാനൊന്നും പറ്റിയ ആരും ഇല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കൊരു ദിവസം പറ്റുമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്ന ദിവസം എപ്പോഴെങ്കിലും തുറക്കണ ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലത്തെ രസമുള്ള സംഭവങ്ങളൊക്കെ പോയിട്ട് കാണാം. നമുക്കത് അന്വേഷിച്ച് നോക്കാം എന്നാണ് ഇത് ഓപ്പൺ ആക്കണമെന്നുള്ളതിനെ കുറിച്ചൊന്ന് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ. ഇതിവിടെ ഈ ഇല്ലം നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. ലെറ്റ്സ് ഗോ. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അത് ഓപ്പൺ അല്ല. പഴയ കോണിയാട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ റൂമുണ്ട്. ആരോ യൂസ് ചെയ്തിരുന്ന റൂമാണ്. കോളിംഗ് ബെല്ലും കാണാം. സംഭവം കുറച്ച് ഡാർക്കാണ്. ഓ, ഇതെന്താണെന്ന് മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് പഴയ കാലത്ത് നമ്മൾ ഈ മുകൾക്ക് കയറുക വലിയ വളഞ്ഞ സ്റ്റെപ്പൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്തെ ആൾക്കാർ ഇതുപോലെ ഈ ഒരു കുഞ്ഞി കോണിപ്പടികരം ഇതിങ്ങനെ 1 2 3 ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കയറിപ്പോണൊരു സെറ്റപ്പാണിത്. ഇത് പറഞ്ഞാൽ ഒരു ഡോറാണ്. ഇതിങ്ങനെ അമർത്തിങ്ങാണ്ട് മേലൊക്കെ അമർത്തി തുറക്കുന്ന ടൈപ്പ് ഡോറാണ്. പക്ഷെ ഇത് ലോക്കാണ്, അവിടെ നമുക്ക് മേലെ കയറാനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സെറ്റപ്പ്.
പഴയ ടൈപ്പ് കോണി. ഈ കോണിയും എൻ്റെ വീട്ടിലുണ്ട്. ഓക്കെ, തള്ളല്ല സത്യം, ഞാൻ വളരെ ദിവസം കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനത്തെ കോണി എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഇങ്ങനെ ഓപ്പണായി തുറക്കുന്ന ഡോറില്ല എന്ന് മാത്രം. ഇരുട്ടാണ്, ലൈറ്റൊന്നുമില്ല. ഗൈസ്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടെ വാർഡ് നമ്പർ കൊടുത്തുക്കണ്. അപ്പോൾ എത്ര കാലം വരെ ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. തൂർ ഗ്രാമപഞ്ചായത്ത് 2008, അത് ഞാൻ ജനിച്ച് 2-3 വർഷത്തിന് ശേഷം വരെ ഇവിടെ ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു. വാർഡ് നമ്പർ, കെട്ടിട നമ്പർ 98. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഡേറ്റ് വരെ ഇവിടെ ആൾ താമസം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ആൾക്കാരൊക്കെ പോയതെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഏകദേശം ഒരു 2-3 ഏക്കർ സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഇല്ലം വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഫുള്ള് കാടാണ്. കാടല്ല, വേറൊന്നും ഇവിടെ ഇല്ല, പ്രത്യേകിച്ച് കൃഷിയോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനുള്ളിലാണ് ഇല്ലം വരുന്നത്. പഴയ ആൾക്കാർ ഇങ്ങനെയാണ് തോന്നുന്നു, ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി കണ്ടൊക്കെ വലിയ വീട് കയറ്റുക, അങ്ങനെ കേൾക്കണം തോന്നുന്നു ഓലൊരു രീതി, എനിക്കറിയില്ല. അപ്പം ഇതാണ് ഓല തൊഴുത്ത്. അങ്ങനെ നമുക്ക് കുളത്തിൻ്റെ അടുക്ക് പോകാം. ഞാൻ ഇവർ ഡെയിലി രാവിലെ എണീറ്റാണ്ട് കുളിക്കാൻ കുളത്തേക്ക് പോകും. അതായത് ഇവർക്ക് സ്വന്തമായിട്ട് തന്നെ അടുത്ത് തന്നെ കുളമുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം, ഉള്ളിൽ കയറാം. ഓക്കെ, വാ. പഴയ കപ്പില്ലേ, മരം കൊണ്ടുണ്ടാക്കി കപ്പി, അത് കാണിച്ചു തരാം കേട്ടോ. തരുമെന്നാവോ? ദാറ്റ്സ് കുളം, അവിടെയാണ് കുളം. ഇത് ഇവർ രാവിലെ എണീറ്റ് ഇവിടുന്ന് ഇറങ്ങി വരും, നേരെ പോവും, പോയി കുളത്തിൽ ചാടും, കുളിച്ചും ഫ്രഷ് ആവും, നേരെ വീട്ടിൽ കയറും, പിന്നെ പോകേണ്ടടുത്തൊക്കെ പോവും, വരും. ചിൽ ലൈഫ്. കുളം കുളം കുളം, ഇതാണ് കുളത്തേക്കുള്ള എൻട്രി. ബാ. പണ്ട് മോഹൻലാലിൻ്റെ ഒക്കെ മറ്റേ ഏതൊക്കെയോ സിനിമ ഉണ്ടല്ലോ, അതേപോലെ ഇപ്പം എനിക്ക് തോന്നുന്നത്. കണ്ടോ, സെറ്റാണ്. ആയുണ്ട്, അത്യാവശ്യം ആയുണ്ട്. ഇതിലൊക്കെ പാമ്പൊക്കെ കയറി വരും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഇത് വെള്ളം കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 പോകാം. ഓക്കെ, അപ്പോൾ കുളവും കണ്ടു, അതാണ് കുളം. ഏകദേശം ഇതേപോലൊരു പഴയ സെറ്റപ്പ് തന്നെയാണ് എൻ്റെ വീടും, അതായത് ഉനൈഫിൻ്റെ വീടും ഒരു വിൻറ്റേജ് വീടാണ്. ഓക്കെ, വിൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത്ര വിൻറ്റേജ് അല്ല, പക്ഷേ എൻ്റെ റൂം ഭയങ്കര വിൻറ്റേജാണ്. ഞങ്ങളെ അറ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അറ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള റൂം, അതിനാണ് അറ എന്ന് പറയാം. ഞങ്ങളെ വീട്ടിൽ അറ ഉണ്ട്. ഓക്കെ, മേലെ ഇങ്ങനെ നല്ല മരം കൊണ്ട് ഡിസൈനൊക്കെ ചെയ്തുണ്ടാക്കിയ വർക്കൊക്കെ ചെയ്തുണ്ടാക്കിയ അറ, അത് എൻ്റെ വീട്ടിലുണ്ട്. പക്ഷേ ഇത്രയൊക്കെ അങ്ങോട്ട് നീണ്ട കൊലായി ഇത്ര വലിയ സെറ്റപ്പ് അല്ലാന്നേ ഉള്ളൂ. ഒരു ചെറിയ വീട്, ദാറ്റ്സ് ഇറ്റ്. മണിക്കഴിഞ്ഞ് ഇവിടുന്ന് വിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടാൽ മറക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം. ഇത്രേ ഉള്ളൂ. എനിക്കറിയാം ആരും ഇല്ലാത്ത സമയത്ത് ആണ് ഇവിടെ ഞാൻ വന്നത്. പക്ഷേ ഗേറ്റ് ക്ലോസ് ആണെങ്കിലും അതിൽക്കൂടെ ആൾക്കാർ കയറലും നടക്കലും പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കയറി വന്നത് കേട്ടോ. പിന്നെയും പറയുന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ആൾക്കാർ വന്ന് പോണതും ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ചെയ്ത് പോണതാണ്. അതുകൊണ്ടാണ് ഞാനിത് ആരും ഇല്ലാതെ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് വന്നാണ്ട് ആരോടും ചോദിക്കാൻ ഇവിടെ ആരും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഗേറ്റിൻ്റെ സൈഡിൽ കൂടെ വന്നത്. ഓക്കെ, ഗേറ്റ് ക്ലോസ് ആണ്, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കൂടെ വഴിയുണ്ട്, അതിൽക്കൂടെയാണ് എല്ലാവരും വന്ന് പോലെ. ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയണത് വെറുതെ അല്ല. ഇത്ര കാലമായിട്ടും ഒരു പ്രശ്നമല്ലാതെ ഇവിടെ നിൽക്കുന്നുണ്ട്. ചെറിയ ചതൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, അത് പിന്നെ മനുഷ്യന്മാർ താമസിക്കണില്ലെങ്കിൽ പൊതുവേ വന്ന് പോകും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും ഇന്നും ഈ ഒരു പഴമയിൽ ഇതിങ്ങനെ നിർത്തുകയാണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ ഇല്ലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ തൂരിലുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോഴും ഈ ഇല്ലം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വന്ന് കാണണം. കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തൊക്കെ എന്ത് ചെയ്യുന്നു അവസ്ഥ, അന്നത്തെ കാലത്തൊക്കെ നമ്മൾ പഴയ കാലത്തൊക്കെ പോയാലേ ഫീൽ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളെ വഴി, ഇതിലാണ് എല്ലാവരും പോരൽ. ഓക്കെ, നമ്മൾ തിരിച്ചു പോവാണ്. ഇത് ശരിക്കും ഒരു പാടാട്ടോ, പാടത്തിൻ്റെ നടുവിലാണ് ഇല്ലം. ഉള്ളിൽ കയറാൻ പറ്റുമെന്നുള്ള കാര്യം സംശയം നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു ദിവസം ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പോയി ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി, വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോട് അനുവാദം ചോദിച്ചു കൊണ്ട് നമുക്ക് പോയിങ്ങാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ പോവാണ്.
ഇവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ എൻ്റെ വീട്. നിൽക്കേണ്ടതൊക്കെ കാണിച്ചു, നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. വേറൊന്നുമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ലവ് യു ഓൾ. അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ യുനൈഫ് സൈനിങ് ഓഫ്. ബൈ.